ഇന്ത്യൻ പ്രതിപക്ഷം എന്നത് ഇനി ബി ജെ പിക്ക് ഒരു പേടി സ്വപ്നം തന്നെയായിരിക്കും. കാരണം പാർലമെന്റിൽ ഇത്രയധികം ശക്തമായ ഒരു പ്രതിഷേധം 18ാം ലോക്സഭയുടെ തുടക്കത്തിൽ തന്നെ കാഴ്ചവെക്കണമെങ്കിൽ എന്തുമാത്രം ദീർഘവീക്ഷണത്തോടുകൂടി, എന്തുമാത്രം കരുതിക്കൂട്ടിയാണ് പ്രതിപക്ഷം ഇറങ്ങിയിരിക്കുന്നത് എന്ന് ബി ജെ പിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒരടി പോലും തെറ്റാതെയാണ് ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയ നീക്കം. നരേന്ദ്രമോദി ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി പ്രതിപക്ഷത്തെ ഇത്രത്തോളം താണു വണങ്ങേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം. എന്നിട്ട് പോലും മോദിയെ കൂസാതെയുള്ള പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നീക്കം അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി എത്തുമ്പോൾ പാർലമെൻറ്റ് വലിയ തോതിൽ ആവേശത്തിലാണ്. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പല എം പിമാരും വന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെൻറ്റിൻ്റെ പുറത്ത് ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ നടത്തിയ ഐതിഹാസികമായ പോരാട്ടം, അതുമാത്രമല്ല കീഴ്വഴക്കം ലംഘിച്ചതിന് ബി ജെ പിക്കെതിരെ നടത്തിയ ഇന്ത്യ മുന്നണിയുടെ രോക്ഷ പ്രകടനം, ഇതിൽ നിന്നും വളരെ വ്യക്തമായി ഒരു കാര്യം മനസ്സിലാകും. അതായത് ബി ജെ പിയുടെ ഇനിയുള്ള സുഗമമായ നടത്തിപ്പ് എല്ലാം തന്നെ പൊളിച്ചടുക്കുന്ന നയമായിരിക്കും ഇന്ത്യ മുന്നണി തുടരുക. കോൺഗ്രസിന് ഒറ്റയ്ക്ക് തന്നെ ഇപ്പോൾ മുന്നേറ്റം നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഒറ്റയ്ക്ക് 102 സീറ്റുകളുള്ള കോൺഗ്രസ് ആണ് മുഖ്യ പ്രതിപക്ഷം എന്നിരിക്കെ കോൺഗ്രസിൻ്റെ സംഭവബഹുലമായ ഒരു യാത്രയായിരിക്കും നിലവിൽ സാഹചര്യത്തിൽ ഉണ്ടാവുക. നമുക്കറിയാം 292 സീറ്റ് മാത്രമാണ് ബി ജെ പി നയിക്കുന്ന NDA കക്ഷിക്ക് മൊത്തത്തിലുള്ളത്. ബി ജെ പിക്ക് ആകട്ടെ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാതായി. അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഒറ്റയ്ക്ക് ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ പോലും കഴിയാത്ത ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും തന്നെ നടക്കില്ല. പൗരത്വ നിയമ ഭേദഗതിയോ ഒരു ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയോ ഒന്നും തന്നെ, അതായത് ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, ഹിഡൻ അജണ്ടാസ് ഒന്നും തന്നെ നടപ്പിലാക്കാൻ ഈ 5 കൊല്ലം കഴിയില്ല. അവരുടെ ഭരണത്തിന് കൃത്യമായി കടിഞ്ഞാണിടാൻ കഴിയുന്ന രീതിയിലുള്ള പ്രതിപക്ഷ രീതിയാണ് ഇനി അവലംബിക്കാൻ പോകുന്നത്. പാർലമെൻറ്റിൻ്റെ ഇരു സഭകളെയും സ്തംഭിപ്പിക്കാൻ ഉതകുന്ന ആവശ്യമാകുന്ന സീറ്റുകൾ പ്രതിപക്ഷത്തിനുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ബില്ലുകൾ പാസ്സാക്കുന്നത് സുഖകരമായിരിക്കില്ല എന്ന് മാത്രമല്ല, അത് പല കാര്യങ്ങളിലും ഒരുപക്ഷെ വേറിട്ട അനുഭവം തന്നെയായിരിക്കും. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ സഖ്യകക്ഷികൾ പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ നയങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. മോദി അമിത്ഷാ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നും തന്നെ നടക്കില്ല എന്ന് വ്യക്തമായ സാഹചര്യമാണിത്. അതുതന്നെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിജയമെന്ന് പാർലമെൻറ്റിലെ ആദ്യ ദിവസം തന്നെ മോദിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു രാഹുൽ ഗാന്ധി.